ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 5 മണിക്കൂർ നേരം കുതിർത്ത് വെക്കുക. എന്നിട്ട് 5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ ആ പാലെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഞരടി പിഴിഞ്ഞെടുത്തിട്ടുള്ള പാല് അരിച്ച് ഉരുളിച്ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഏട്ടനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ അരിച്ചൊഴിക്കുകയാണ്. വെല്ലത്തിലുള്ള പൊടികളോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുക്കിയിട്ട് അരിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പാലിൻ്റെ കളറൊക്കെ മാറി വെല്ലത്തിൻ്റെ കളറായി മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മതി, വളരെ കുറച്ച്. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്ത് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഏകദേശം തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിനകത്തേക്ക് ഒഴിക്കുക. നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് നെയ്യ് ഒഴിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈവിടാതെ. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പം ഉരുളിച്ചട്ടി എടുത്തത് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടും ഇത് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് കാഷ്യൂനട്ടും ബദാമും തേങ്ങാക്കൊത്തും അതുപോലെ എള്ളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നമ്മൾ ബാലൻസ് വെക്കുന്നുണ്ട്, നമുക്കത് ലാസ്റ്റത്തേക്ക് ആവശ്യമുണ്ട്. അത് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇത് വാങ്ങാനുള്ള പരുവമെന്ന് പറയുന്നത് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടണം. നന്നായിട്ട് വിട്ട് വരുന്ന രീതിയിലാവുമ്പോഴാണ് നമുക്കിത് വാങ്ങാനാവുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഏകദേശമായി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ചട്ടിയിൽ നിന്ന് ഇളകി വിട്ട് വരുന്ന പരുവായി, ചട്ടിയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം റെഡിയായി. നമുക്കിനി ഇത് വാങ്ങിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്ത് കുറച്ച് കാഷ്യൂനട്ടും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൽവയുടെ കൂട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നല്ലപോലെ അമർത്തി അതിനകത്തേക്ക് നല്ലപോലെ സെറ്റ് ചെയ്യണം. നല്ലപോലെ സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ടും ബദാമൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുറിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളി ഹൽവ റെഡി ആയി കഴിഞ്ഞു. നമുക്കത് മുറിച്ചിട്ട് നമുക്ക് കുഞ്ഞൂസിനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല പീസായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഹൽവ. കുഞ്ഞൂസ് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയും. അടിപൊളി സൂപ്പറാണെന്നാണ് പറയുന്നത്. കുഞ്ഞൂസ് അച്ചയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ഹൽവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ഓക്കെ, ബായ്.